ഞാൻ ആ സിനിമയിൽ അഭിനയിക്കാൻ കാരണം അത് ഒരു ക്ലാസിഫൈഡ് കേസ്, അതായത് അതിൻ്റെ സിനിമയുടെ സംവിധായകൻ സുഖമില്ലാത്ത ഒരാളായിരുന്നു. സുഖം അല്പം പ്രശ്നമുണ്ടാകും. അയാളുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ അതിനകത്ത് അഭിനയിക്കണം എന്നുള്ളത്. അദ്ദേഹം ഈ JB ജയശ്രീ ഇങ്ങനെ കണ്ട് മത്ത് പിടിച്ചൊരുത്തനായിരുന്നു നമ്മുടെ മധു എന്ന് പറയുന്നത്. അതിൽ അങ്ങനെ വന്ന് എൻ്റെ തലയിൽ വന്ന് അടിച്ച്. എനിക്ക് അതിനുള്ളൊരു അത്ര ഒരു സിനിമാ മേഖല അത്ര താല്പര്യമുള്ളൊരു മേഖലയല്ല, വേറെ ഒന്നും കൊണ്ടല്ല. അതിനകത്ത് ഡെഡിക്കേറ്റ് ചെയ്യണം. നമ്മളിപ്പം ഫിലിമിലൊക്കെ ഒരാൾക്ക് നല്ല രീതിയിൽ പോകണമെങ്കിൽ അതിനകത്ത് പൂർണ്ണമായിട്ടുള്ളൊരു സമർപ്പിത ഭാവം വേണം. അത് നമ്മളതിനകത്ത് ഇഴുകിച്ചേരണം. അതിനൊന്നുമുള്ള ഒരു സാധനമില്ല. നമ്മളത് കഴിഞ്ഞു, ആ സർപ്പാസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ മാറിയത്. പക്ഷേ അവസരങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. സിനിമ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം എത്രയോ പേര് പലരും ഇല്ല. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ ഈ മമ്മൂട്ടിയായിട്ട് സ്ഥിരം വിളിക്കുന്ന ആളാണല്ലോ, മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ പറ്റിയ കുറേ ചർച്ചകളുണ്ടല്ലോ, എന്താ നിലവിലെ സ്ഥിതി? അല്ല, ചെറിയൊരു അസുഖത്തിൻ്റെ പ്രശ്നമുണ്ട്, പക്ഷേ അത് ട്രീറ്റ്മെൻറ്റിലേക്കാണ്. അത് പിന്നെ നമ്മളെപ്പോഴും ഒരാളുടെ വ്യക്തിപരമായ ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടാറില്ലല്ലോ. ഇത് വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. പക്ഷെ അദ്ദേഹം വളരെ ഹെയിൽ ആൻഡ് ഹാർട്ടിയാണ്. ഇപ്പോൾ ഇന്ന് നിങ്ങളിപ്പോൾ വരുന്നതിന് വരെ 10 മിനിറ്റ് മുമ്പ് ഞങ്ങൾ ഒരു അരമണിക്കൂർ സംസാരിച്ച് വെച്ചോളൂ. നല്ല ചിട്ടയൊക്കെ ഉള്ള ആളാണ്. അതെ, ഞങ്ങൾ എപ്പോഴും എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് എല്ലാ ദിവസവും സംസാരിക്കും. എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കും. സാർ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ മമ്മൂട്ടിയാണ് എൻ്റെ ഡോക്ടറെന്ന്. മൂപ്പർക്ക് ഭയങ്കര എന്നെ കാരണം വെച്ചാൽ ഞാൻ കണ്ടതിൽ ഇപ്പം മമ്മൂക്കയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഒബ്സർവർ. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ നിലമ്പൂർ ഇലക്ഷൻ്റെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത് ഞാൻ മമ്മൂക്കയുടെ നിന്ന് സത്യം പറയാം. നിങ്ങൾ അത്ഭുതപ്പെടും. ഞാനിപ്പോൾ കാശ്മീരിൽ പോയി അവിടെ നിന്നപ്പോഴും നമുക്ക് വിളിച്ചപ്പം നിലമ്പൂർ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇതാണ് പ്രസ്താവന, അയാളുടെ പ്രസ്താവന ഇങ്ങനെയാണ് പ്രസ്താവന, ഈ പ്രസ്താവന ഗുണകരമല്ല, ആ പ്രസ്താവന എല്ലാ വശങ്ങളും മൂപ്പർക്കറിയാം. അതുപോലെ ഒരു പുതിയ സാങ്കേതിക വിദ്യ വന്നാൽ, ഇപ്പോൾ ഫോൺ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകരണം വന്നാൽ അതിൻ്റെ A to Z പുള്ളി പഠിച്ചു. ഭയങ്കര ഒബ്സർവറാണ് ഓരോരുത്തരുടെ ശരീരഭാഷ ഉൾപ്പെടെ. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ മൂപ്പരോട് അത് കൃത്യമായിട്ട് പറയും. ഇപ്പം എനിക്ക് ശബ്ദത്തിന് പ്രശ്നം ചെയ്തിരിക്കും അങ്ങനെ. അപ്പോൾ പുള്ളിക്ക് ഒരു വഴിയുണ്ട്, മൂപ്പർക്ക് വഴിയുണ്ട്. ഞാൻ പണ്ട് ഇവിടെ പ്രസംഗിച്ചതാണ്. എനിക്ക് തൊണ്ടവേദന ഭയങ്കരമാണ്. ഞാൻ നടക്കാൻ പോകും ചെയ്യും രാവിലെ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത് ടാഗോറിലാണ്. അപ്പോൾ ടാഗോർ നടക്കാൻ പോകുമ്പോൾ അപ്പോൾ അവിടെ ഒരു കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പർ എന്നോട് ചോദിച്ചു എവിടെ നടക്കാൻ പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പർ പറഞ്ഞു, ബ്രിട്ടാസ് ഒരു കാര്യം ചെയ്യും, ഇനിയൊരു ഹെഡ്സെറ്റ് വെക്കുക, ചെറിയൊരു ഇയർപോഡ് വെച്ച് എന്തെങ്കിലും പാട്ടും എല്ലാം കേട്ട് കിടക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല പാട്ട് കേട്ട് നടക്കുന്നു. അപ്പോൾ അത് 2 ഗുണമുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം അനന്തപുരി FM ഇങ്ങനെ ചുമ്മാ വെക്കും. അപ്പോൾ അതിനകത്ത് ചില നുറുങ്ങുകൾ, ചരിത്രത്തിലെ ഏടുകൾ, തിരുവനന്തപുരം പഴമ, പിന്നെ ഇടയ്ക്ക് 2 പാട്ട്, ഇടയ്ക്കൊരു വാർത്ത. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇത് മാറി. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ചെവി കൂടെ ഇങ്ങനെ ഈ തണുത്ത കാറ്റടിക്കും, അതാണ് തൊണ്ടയിൽ. ഇത് 2 കണക്റ്റഡാണ്. അപ്പോൾ ഇത് വെച്ചപ്പോൾ എനിക്ക് എൻ്റെ ആ കാറ്റ് കയറുന്നു നിന്നു, കുറച്ച് വിവരവും കിട്ടി, കുറച്ച് എൻ്റർടൈൻമെൻറ്റും കിട്ടിയപ്പോൾ മൂപ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഈ ഇടക്കാലത്തെ ഈ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന വലിയ ഗൗരവമുള്ളതല്ല എങ്കിൽ കൂടി അങ്ങനെ ഒരു ചർച്ച വന്നുകൊണ്ട് ഈ മമ്മൂട്ടിയെ രാജ്യസഭ അംഗമാക്കാൻ എന്തെങ്കിലും ഡിസ്കഷൻ LDFൽ നടന്നു. മമ്മൂക്കായ്ക്ക് ഏത് സ്ഥാനം എപ്പം വേണമെങ്കിലും കിട്ടില്ല. മമ്മൂക്കായ്ക്ക് അങ്ങനെയുള്ള പൊളിറ്റിക്സ് ഒന്നും അത് സമീപിച്ചിട്ട് ഡിനേ ഒരിക്കലും ഇല്ല. അതൊക്കെ വെറും ചുമ്മാ. നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് വ്യാജ വാർത്തകൾ. പിന്നെ ഇതൊന്നും ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് സംസാരിക്കില്ല. ഇത് ഡിനേ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും. നമുക്കെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും വാർത്ത എഴുതുന്നതിൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, നമ്മളാരെങ്കിലും പോയിട്ട് ഡിനേ ചെയ്തിട്ട് വേണം അവനെ ഒരു വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും അതിനുള്ളൊരു മമ്മൂക്കായിട്ടുള്ള ബന്ധം കൈരളി വന്നതിന് ശേഷം അതിന് മുമ്പുണ്ട്. അതിന് മുമ്പ് 1-2 വട്ടം കണ്ടു. പക്ഷേ കൈരളി വന്ന ശേഷമാണ് ദയവായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായത്. സത്യസന്ധമായി പറഞ്ഞാൽ ഒരു കമ്പനിയിൽ ഒരു ചെയർമാനും MD തമ്മിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ആശയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സംഘർഷമോ വഴക്കൊക്കെ ഉണ്ടാകേണ്ട. ഞങ്ങൾ തമ്മിൽ ഇതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല, ഇതുവരെ ഞങ്ങൾ തമ്മിൽ ഒരു അസ്വാസ്ഥ്യം ഉണ്ടായിട്ടില്ല. അതായത് എനിക്ക് പറയാനുള്ളത് അതെൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, അദ്ദേഹത്തിന് ഇതിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് യാതൊരു സ്ഥാപിത താല്പര്യമില്ല. എനിക്ക് ഏറെക്കുറെ ഒക്കെ തന്നെയാണ്, ഒരു സ്ഥാപിത താല്പര്യമില്ല. കാര്യങ്ങൾ നന്നായി നടക്കണം എന്നല്ലാതെ. അപ്പം താല്പര്യങ്ങൾ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ നമ്മളൊരാളെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടേതായ ഒരു സ്വയംഭരണം ഞാൻ കൊടുക്കുന്നൊരു സ്വഭാവക്കാരനാണ്.